إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. സാമൂഹിക വിപത്തുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലഹരി മൂലമുണ്ടാകുന്ന അപകടങ്ങളും അക്രമങ്ങളും ദിനംപ്രതി അതിന്റെ വാർത്തകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ഈ സാഹചര്യത്തിൽ പൊതുവിൽ മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ തിന്മകളോട്, അധാർമികതകളോട് 3 രൂപത്തിലാണ് പ്രതികരിക്കാറുള്ളത്. അതിലൊന്ന് ഇത്തരം സാഹചര്യങ്ങളുടെ വക്താക്കളായി മാറുക എന്നുള്ളതാണ്. തിന്മകളിൽ മുഴുകി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും പക്ഷേ ആ തിന്മകൾക്കെതിരെ ശബ്ദിക്കുകയോ എതിർക്കുകയോ ചെയ്യാതെ മൗനം പാലിക്കുന്നവരുണ്ട്. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും അതോടൊപ്പം അവ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി, നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. 3 വിഭാഗം ആളുകളിൽ സത്യവിശ്വാസികളായ ഞാനും നിങ്ങളും ഉൾപ്പെടേണ്ട വിഭാഗമാണ് മൂന്നാമത്തെ വിഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അതിലെ 3-ാം അധ്യായം ആൽ ഇംറാൻ സൂറത്തിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മനുഷ്യന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക്
വലിയൊരു വിശേഷണവും നൽകിക്കൊണ്ട് റബ്ബ് അവരോട് സംസാരിക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നല്ലൊരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി മാനവകുലത്തിന്റെ നന്മക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടൊരു സമൂഹമാണ് മുസ്ലിം സമൂഹമേ. നിങ്ങളുടെ പ്രഥമമായ ഉത്തരവാദിത്വം, ബാധ്യത, നിർബന്ധ ബാധ്യത എന്ന് പറഞ്ഞാൽ തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കണം നിങ്ങൾ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ഫർള് ഐനായ ഉത്തരവാദിത്വമാണ്. വതൻഹൗന അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കുകയും വേണമെന്ന്. തീർന്നില്ല, അതേ സൂറത്തിലെ മറ്റൊരായത്തിൽ അല്ലാഹു വീണ്ടും മനുഷ്യന്മാരെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉത്ബോധനങ്ങളും ഉണർത്തലുകളും ഇല്ലാതെയാകുമ്പോഴാണ് ഒരു സമൂഹം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഓ നബിയെ വിളിച്ചുകൊണ്ട് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫദക്കിർ, താങ്കൾ ഉത്ബോധനം നടത്തുക. ജനങ്ങൾക്കിടയിൽ ഓർമ്മപ്പെടുത്തലുകൾ, ഗുണകാംക്ഷ നിറഞ്ഞ സംസാരങ്ങൾ നടത്തുക. തീർച്ചയായും ഉത്ബോധനങ്ങൾ സത്യവിശ്വാസികൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ മുസ്ലിങ്ങളായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രധാനമായ ബാധ്യത, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു അമൽ, ഒരു പ്രവർത്തനം നമ്മുടെ മേൽ നിർബന്ധമായി അള്ളാഹ് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്ന ബോധ്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും അള്ളാഹ് പറഞ്ഞത്, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. 3-ാം അധ്യായം 104-ാമത്തെ ആയത്ത്. അവിടെ അള്ളാഹ് പറയാണ്, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാവട്ടെ. എന്താ അവരുടെ ഡ്യൂട്ടി? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളായിരിക്കുന്നവർ. തീർന്നില്ല, വയഅ്മുറൂന ബിൽ മഅറൂഫ്, അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുന്ന ആളായിരിക്കും. വയൻഹൗന അനിൽ മുൻകർ, ദുരാചാരത്തെ എതിർക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെയുള്ളൊരു സമൂഹം ഉണ്ടാകണമെന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹ് ആവർത്തിച്ച് പറയും. ഇനിയുമുണ്ട്. ശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ സൂറത്തുകളിലെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ അല്ലാഹ് ഇതിന്റെ ഗൗരവം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അത്തൗബ സൂറത്തിലെ 71-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളും വിശ്വാസിനികളും അന്യോന്യം ഔലിയാക്കളാണ്, മിത്രങ്ങളാണ്. മിത്രങ്ങളായി മാത്രം ഇങ്ങനെ സ്നേഹിച്ച് സഹകരിച്ച് ജീവിച്ചാൽ പോരാ. അവരെന്ത് വേണം? യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ, തിന്മ കൊണ്ട് പരസ്പരം എതിർക്കുകയും ചെയ്യണം. തിന്മയെ എതിർക്കണം. അത് ചെറുതും വലുതുമായിക്കോട്ടെ. സമൂഹത്തിൽ കാണുന്ന ഏത് തിന്മക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു കരുത്തൊരു ജാഗ്രത ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടായിരിക്കണം. അവനെ കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ ഒരു വീട്ടിലെ ഉപ്പയാണെങ്കിൽ തന്റെ കീഴിൽ ചെലവിൽ കഴിയുന്ന മക്കൾ ദീനി തെറ്റി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ട ബാധ്യത ഒരു വാപ്പാക്കുണ്ട്. കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളൊക്കെ പ്രജകളാണ്, യജമാനന്മാരാണ്. നിങ്ങളുടെ കീഴിൽ
ജീവിക്കുന്ന നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന ആ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങളുടെ ചെലവിൽ കഴിയുന്ന നിങ്ങളുടെ ഭാര്യ, മക്കൾ ആരൊക്കെയുണ്ടോ അവരെ കുറിച്ചെല്ലാം നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ വീണ്ടും അല്ലാഹു വിശ്വാസികളെ വിശേഷിപ്പിച്ചു പറഞ്ഞു. സൂറത്തു തൗബയിലെ 112 ആയത്തിൽ വിശ്വാസികളുടെ വിശേഷണം പറയണം അല്ലാഹ്. അത്തായിബൂൻ, അവർ അല്ലാഹുവിനെ അങ്ങേറ്റം തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുന്ന ആളുകളാണ്. സത്യവിശ്വാസികളുടെ വിശേഷണമാണ്. അൽ ആബിദൂൻ, അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളാണ്. അങ്ങേറ്റം അല്ലാഹുവിനെ ആരാധിക്കുന്ന ആരാധന കർമ്മങ്ങളിൽ മുഴുകുന്ന ആളുകളാണ്. വൽ ഹാമിദൂൻ, അല്ലാഹുവിനെ സ്തുതിക്കുന്ന ഹംദുകൾ ചെയ്യുന്ന ആളുകളാണ്. ചിലരല്ല, അങ്ങേറ്റം എല്ലാ സമയത്തും. അസ്സായിഹൂൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അർറാകിഊൻ, അല്ലാഹുവിനോട് റുകൂ ചെയ്യുന്ന ആളുകളാണ്. അസ്സാജിദൂൻ, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ആളുകളാണ്. അത് കേവലം ഇഷ്ടമുള്ള സമയത്ത് സുജൂദ് ചെയ്യുന്നതല്ല. അസ്സാജിദൂൻ, എല്ലായ്പ്പോഴും അല്ലാഹുവിന് സാഷ്ടാംഗം നൽകുന്ന ആളുകളാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് അൽ ആമിറൂന ബിൽ മഅറൂഫ്, ഇനിയും അവരുടെ വിശേഷണമാണ് നന്മ കൊണ്ട് കൽപ്പിക്കുന്ന ആളുകളാണ്. വന്നാഹൂന അനിൽ മുൻകർ, തിന്മയെ എതിർക്കുന്ന ആളുകളാണ്. സഹോദരങ്ങളെ, എത്രയോ ആയത്തുകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം സമൂഹത്തിന് ഫർള് കിഫായ ആയിട്ടുണ്ട്. മൊത്തം സമൂഹത്തിന്റെ ബാധ്യതയാണ്. തീർന്നില്ല, ഫർള് ഐനായിട്ട് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. തനിക്കും താൻ ജീവിക്കുന്ന ചുറ്റുപാടിലും ദീനിനെതിരെ, തന്റെ ആദർശത്തിനെതിരെ, താൻ ജീവിക്കുന്ന വിശ്വസിക്കുന്ന വിശ്വാസത്തിനെതിരെ തിന്മകൾ കാണുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് സമൂഹം നശിച്ചു പോകുന്ന നാശത്തിന്റെ ഹേതുവായ കാരണങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ, വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ തനിക്ക് സാധ്യമാകുന്ന രൂപത്തിൽ ശബ്ദിക്കുക, എതിർക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി ആയിക്കൊണ്ടാണ്, വിശേഷണമായിക്കൊണ്ടാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ രണ്ടാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിമാരിൽ അഫ്ളലു സ്വഹാബ എന്ന വിശേഷണമുള്ള പ്രവാചകന്റെ അനുയായിയായ പ്രവാചകന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ കയറിയിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു സംസാരിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം മിമ്പറിൽ നിൽക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധിച്ച് പറയും, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഈ ആയത്തുകൾ ഓതുന്നുണ്ട് എന്നാണ് തുടക്കം. എന്നിട്ട് പറയാണ്, പക്ഷെ നിങ്ങൾ പാരായണം ചെയ്യുന്നത് നേരിട്ടിട്ടുള്ള പാരായണമാണ്. പക്ഷേ ആ ആയത്തിൽ അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തിരിച്ചറിയാതെയാണ് നിങ്ങൾ ആ ആയത്തുകൾ പാരായണം ചെയ്യുന്നതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 105 ആയത്താണ് ഓതിക്കൊടുക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നിങ്ങൾ കണ്ട അർത്ഥം, വിശദീകരണം, ഉദ്ദേശവും അല്ലാഹു ഉദ്ദേശിച്ചത് വേറെയാണ്, നിങ്ങൾ പാരായണം ചെയ്യുന്നത് വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഓതുക. എന്താ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുറുകും മൻ ളല്ല ഇദാ തദൈതു. ഏ വിശ്വാസികളെ, അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ലാ യദുറുകും മൻ ളല്ല ഇദാ തദൈതു, നിങ്ങൾക്ക് സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഉപദ്രവിക്കുവാൻ, നിങ്ങളെ വഴിതെറ്റിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന് നിങ്ങൾ ഈ ആയത്തോതുന്നുണ്ട്. പക്ഷേ അല്ലാഹു ആയത്ത് കൊണ്ടാണ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കറിയുന്നില്ല. ഈ ആയത്തെ ഓതിക്കൊണ്ട്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്തിന്റെ വിശദീകരണം ഹബീബുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, وإني سمعت رسول الله صلى الله عليه وسلم يقول إذا عمل فيهم بالمعاصي أو بغير الحق لم يغيروا. ഒരു സമൂഹത്തിൽ, ഒരു ജനതയിൽ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മനുഷ്യന്മാർ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ തിന്മയുടെ അപകടത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും അവനൊന്ന് കൈപിടിക്കുവാൻ, അവനൊന്ന് ഉപദേശിക്കുവാൻ, അവൻക്കൊരു ഗുണകാംക്ഷ നിർഭരമായ ഉപദേശം നൽകുവാൻ മനുഷ്യന്മാർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ പൊതുവായി ശിക്ഷിക്കുവാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തുമായി, നിങ്ങളുടെ സൽക്കർമ്മങ്ങളുമായി പള്ളിയിൽ വന്ന് നമസ്കരിക്കുക മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം, അത് നിർബന്ധമാണ്, അത് നിങ്ങളുടെ ബാധ്യതയാണ്. മറിച്ച് സമൂഹത്തിനിടയിൽ കാണുന്ന ധാർമ്മികമായ പ്രവണതകൾ അത് കാണുമ്പോൾ മൗനം ദീക്ഷിച്ചുകൊണ്ട് പള്ളിയിലോ ഇബാദത്തിലോ മുഴുകിയിരിക്കുകയല്ല മനുഷ്യ ചെയ്യേണ്ടത്. മറിച്ച് ആ തിന്മക്കെതിരെ പ്രതിരോധം നിർവഹിക്കുവാൻ, അതുപോലെ തന്നെ നന്മ കൊണ്ട് കൽപ്പിക്കുവാൻ, തിന്മ എതിർക്കുവാൻ നിനക്ക് സാധിക്കണമെന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രവാചകൻ ഈ ആയത്ത് ഓതിക്കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. സമൂഹത്തിൽ കാണുന്ന തിന്മകൾ തടയുന്നവരുടെയും തടയാത്തവരുടെയും ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി വൽ ബാഖി ഫീഹാ. സമൂഹത്തിൽ വിപത്തുകൾ കാണുമ്പോൾ അതിനെ എതിർക്കുന്നവർ, അവരുടെ ഉപമ, അതിനെ എതിർക്കാത്തവരുടെ ഉപമ കമസലി ഖൗമിൻ ഇസ്തഹമ്മു അലാ സഫീന. ഒരു കപ്പലിൽ യാത്ര പോകുന്ന ആളുകളെ കുറിച്ച്. അവർ രണ്ട് തട്ടിലുള്ള ഒരു കപ്പലാണ്. അങ്ങനെ ഒന്നാമത്തെ തട്ടിൽ കയറണം, രണ്ടാമത്തെ തട്ടിൽ കയറണം, അടിയത്തെ തട്ടിൽ ആയിരിക്കണം, മുകളിലത്തെ തട്ടിൽ ആയിരിക്കണം എന്ന് അവർ നടക്കുന്നു. അങ്ങനെ പ്രശ്നമുണ്ട്. അടിയത്തെ തട്ടിൽ കഴിയുന്ന ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ വെള്ളം ആവശ്യമാകുമ്പോൾ മുകളിൽ തട്ടിൽ പോയി എടുക്കണം. അതാണ് പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ അന്ന ഖറനാ ഫീ നസീബിനാ ഖർഖൻ ഫലം നുഅദി മിൻ ഫൗഖനാ. അപ്പോൾ അടിയത്തെ തട്ടിലുള്ള ആളുകൾ ഒരു തീരുമാനിച്ചു, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇരിക്കുന്ന ഈ അടിയത്തെ തട്ടിൽ തന്നെ ദോരം ഓട്ട ഉണ്ടാക്കിയിട്ട് നമുക്ക് വെള്ളം എടുക്കാം. കാരണം നമ്മൾ ഇങ്ങനെ മുകളിൽ കയറി പോയിട്ട് അവർക്ക് മുകളിലുള്ള ആളുകൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, അവർക്കൊരു ശല്യമാണ് ഇങ്ങനെ ഇറക്കിറക്ക് വെള്ളം എടുക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ വെള്ളത്തിന്റെ ഏറ്റവും അടി കപ്പൽ സമുദ്രത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത്, നമ്മളാണ് ഏറ്റവും അടുത്ത് വെള്ളമുള്ളത്. അതുകൊണ്ട് ഈ കപ്പൽ നമുക്കൊന്ന് ഓട്ടാക്കിയിട്ട് അതിന് എടുക്കാം എന്ന് തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനൊരു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മുകളിലുള്ള ആളുകൾ കേൾക്കുകയും ആ താഴെയുള്ള ആളുകളുടെ തീരുമാനം അത് അപകടം പിടിച്ച തീരുമാനമാണ്, അത് മുഴുവൻ നശിക്കാൻ പോകുന്ന തീരുമാനമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ താഴെയുള്ള തട്ടിലുള്ളവരും മുകളിലുള്ള തട്ടിലുള്ളവരും മുഴുവനായി വെള്ളത്തിൽ മുങ്ങി നശിക്കും. കാരണം അടിയത്തെ തട്ടിൽ ദോരം ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളം കയറി കപ്പൽ നശിച്ചു പോകും, കപ്പൽ മുങ്ങിപ്പോകും. റസൂൽ പറയാ, ഇപ്പോ മുകളിലുള്ളവർ അവരെ കയറി നമുക്കൊരു ശല്യമുണ്ട്, അതുകൊണ്ട് ഉണ്ടാതിരിക്കാം, അവർ താഴെ വെള്ളത്തോട്ടെ എന്ന് കരുതുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, മൊത്തം നശിക്കുന്ന ഒരവസ്ഥയിലുണ്ടാവും. പ്രവാചകൻ പറയാം, എല്ലാ ഈ തീരുമാനത്തിനെതിരെ ശബ്ദിക്കുകയും അവരുടെ കൈപിടിക്കുകയാണ് മുകളിലൂടെ ചെയ്തതെങ്കിൽ ആ കപ്പലിലുള്ള രണ്ട് തട്ടിലുള്ള ആളുകളും രക്ഷപ്പെടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എത്ര വിശാലമായ ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ
ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന ഏറ്റവും മാതൃകനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. എത്ര നല്ല ഭംഗിയുള്ള ഉപമയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമൂഹം നശിക്കാതിരിക്കണമെങ്കിൽ, സമൂഹത്തിൽ തിന്മകൾ ഉണ്ടാകുമ്പോൾ, വേണ്ടാത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ, ലഹരി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മുടെ മക്കൾക്കും പോലും അത്തരത്തിലുള്ള അപകടങ്ങൾ വന്നേക്കുമോ എന്നുള്ള ഭീതിയിലും ബേജാറിയുമായ രക്ഷിതാക്കളായ നമ്മൾ സഹോദരങ്ങളെ, നമ്മുടെ റബ്ബിനോട് നന്നായി പ്രാർത്ഥിക്കുക. റബ്ബിനാണ് നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ അവസ്ഥകളും നന്നാക്കി തരാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥന നിർഭരമായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച തർബിയത്തുൽ അബ്നാ, മക്കൾ ശരിയായ രൂപത്തിൽ വളരുവാൻ എന്തൊക്കെ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ ഉണ്ടായ കൂട്ടത്തിൽ തന്നെ മാതാപിതാക്കൾക്കുമുണ്ട് മക്കളോടുള്ള ബാധ്യതകൾ എന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ തനിക്ക് സാധ്യമാകുന്ന രൂപത്തിൽ സമൂഹം നല്ല സംസ്കരണം ഉള്ള സമൂഹമായി മാറാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ വേണ്ടി നാം നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിന് സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ വലിജമീഇൽ മിനൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الحمد لله وحده والصلاة والسلام على من لا نبي بعده. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നെ നിങ്ങളെ ഉണർത്തുകയാണ് നസീഹത്ത്. നമുക്ക് അറിയാവുന്ന പോലെ ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. ഈ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് മുസ്ലിങ്ങളെ നമ്മുടെ മേൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മാസത്തിലെ 10-ാം തീയതിയുള്ള ആശൂറ നോമ്പ്, മുഹറം 10-ലെ നോമ്പ്. പരിശുദ്ധമായ റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അല്ലാഹു നിർബന്ധമാക്കിയ നോമ്പായിരുന്നു മുഹറം മാസത്തിലെ ആശൂറ. പിന്നീട് റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ പിന്നെ ആ നോമ്പ് ഏറ്റവും പ്രതിഫലമുള്ള സുന്നത്തായ നോമ്പായാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. റമളാൻ വരുന്നതിന് മുമ്പ്, റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമായ നോമ്പായിക്കൊണ്ടായിരുന്നു പ്രവാചകൻ സഹാബത്തും മുഹറം മാസത്തിലെ ആശൂറ നോമ്പ്, അത് മുഹറം 10-ലെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് എന്നാണ് അതിന്റെ ചുരുക്കം. ഒട്ടനവധി ശ്രേഷ്ഠതകളും ഫളലുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, സിയാമു യൗമ ആശൂറ അഹ്തസിബു അലല്ലാഹി യുകഫിറ സനതല്ലതി ഖബ്ല. ആശൂറയിലെ നോമ്പ്, ആ നോമ്പ് കാരണം ഒരു മനുഷ്യൻ അവൻ ചെയ്ത പാപങ്ങൾ, അവൻ ഒരു വർഷം ചെയ്ത പാപങ്ങൾ അല്ലത്തി ഖബ്ലഹ, കഴിഞ്ഞു പോയ ഒരു വർഷം ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആശൂറയിലെ നോമ്പ് കാരണമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കണക്കാക്കുന്നു എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ആശൂറയിലെ നോമ്പ് എന്നുള്ളത് നമ്മളേറെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമളാനിലെ നോമ്പിനും
ആശൂറയിലെ മുഹറം മാസത്തിലെ 10 നോമ്പിനും പ്രവാചകൻ അത് ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ച് അതിനാഗ്രഹിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ قال ما رأيت النبي صلى الله عليه وسلم يتحرى صيام يوم فضله على غيره إلا هذا اليوم يوم عاشوراء وهذا الشهر يعني شهر رمضان. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള റമളാൻ ഒഴിച്ചാൽ മറ്റുള്ള ദിനങ്ങളിൽ നോൽക്കുന്ന നോമ്പിനേക്കാൾ ഏറെ ശ്രേഷ്ഠതയോടുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് മുഹറം മാസത്തിലെ ആശൂറ നോമ്പിനെ കാത്തിരുന്നു എന്ന് അതിനെ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശൂറയിലെ നോമ്പുമുണ്ട്, താസുആയിലെ നോമ്പുമുണ്ട്. അതായത് മുഹറം 9 നോമ്പ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവിടെയുള്ള ജൂതന്മാർ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നത് പ്രവാചകൻ കണ്ടു. പ്രവാചകൻ ചോദിച്ചു, മാഹാദ, അതെന്താന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുഹിം. ബനു ഇസ്രായേൽ ശത്രുവായ ഫിർഔനിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10 ആശൂറ ദിവസം. ഫസാമഹു മൂസ അലൈഹിസ്സലാം. അന്ന് അവരുടെ നേതാവായിരുന്ന പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ആ ഫിർഔനിന്റെയും അവരുടെ കൂട്ടരുടെയും അക്രമങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും അവരെ നശിപ്പിച്ച് ബനൂ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് ആ മൂസ അലൈഹിസ്സലാം അതിന് ശുക്ർ എന്നോളം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളും ഈ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത്. കാരണം ആദാ യൗമുൻ സ്വാലിഹ്, ഇതൊരു നല്ല ദിവസമാണ് എന്ന് പറഞ്ഞു. പ്രവാചകൻ പറയാണ്, അനഹഖു ബിമൂസാ മിൻകും. എന്നാൽ മൂസാ നബി കൊണ്ടുവന്ന ആദർശവും മൂസാ നബിയുടെ പാരമ്പര്യം പിൻപറ്റുന്നതും നിങ്ങളെക്കാൾ ഞങ്ങളാണ്. യൂദന്മാരോട് പറയുകയാണെങ്കിൽ, യഹൂദന്മാരെ, മൂസാ നബി കൊണ്ടുവന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശവും നിങ്ങളെക്കാൾ അനുസരിച്ച് ജീവിക്കുന്നവൻ ഞാനും എന്റെ സ്വഹാബത്തുമാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിൽ അസൂമന്ന താസിഅ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കുമെന്ന് പ്രവാചകൻ അവരുടെ മുന്നിൽ നോക്കി പറഞ്ഞു. കാരണം മറ്റു മതസ്ഥർ ചെയ്യുന്ന ആരാധനാനുഷ്ഠാനങ്ങൾക്കെതിരായിരിക്കണം മുസ്ലിങ്ങൾ. അതുകൊണ്ട് ആശൂറ നോമ്പ് മാത്രമല്ല, കാരണം അവര് അത് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്തായിരിക്കണം? താസുആ നോമ്പ് കൂടെ അനുഷ്ഠിക്കണം. കാരണം അവർക്കെതിരായിരിക്കണം. അതുകൊണ്ട് മുഹറം 9, 10. പക്ഷെ പ്രവാചകന്റെ ഫിഅൽ അവിടെ ഇല്ല, പ്രവാചകന്റെ ഉദ്ദേശം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹദീസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മുഹറം 9 നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അത് ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഉണ്ടാവുക. മുഹറം 9 ഞായറാഴ്ചയും 10 തിങ്കളാഴ്ചയുമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അതിനനുസരിച്ച് അമൽ ചെയ്യുവാനുമുള്ള തൗഫീഖ് റഹ്മാൻ റബ്ബ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാഗത്ത് നിന്ന് പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ ഗഫൂറും ഗഫാറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم احفظ إخوان المسلمين والمستضعفين في فلسطين وغزة وسوريا ولبنان. اللهم انصر المسلمين في بلاد الهند
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم دمر أعداءك وأعداء الدين. اللهم فرج هم المؤمنين والمسلمين وقرب المكروبين من المسلمين واشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين.